അല്ല, ഞാനിപ്പോൾ ഹനൂജിദാസിനെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്ന വെച്ചാൽ ഹനു ഹനുവിന് ഞാനൊരു ചരിത്രമായിട്ടാണ് ഹനുവിനെ കാണുന്നത്, ചരിത്ര അധ്യാപകനായിട്ടല്ല. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ദളിത് സോഴ്സ് മൂവ്മെൻ്റ് എന്ന നിലയ്ക്കും അല്ലാതെയും ഒക്കെ മുന്നോട്ട് വെച്ചൊരു കാര്യം, കേരളം എന്ന് പറയുന്ന ഈ സ്ഥലം എയ്ഡഡ് മേഖലയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന മേഖല. കോളേജുകളാണെങ്കിൽ 70% എയ്ഡഡ് മേഖല നിലനിൽക്കുന്നത്. ടോട്ടൽ സർക്കാർ തൊഴിലിൻ്റെ പകുതിയോളം നിലനിൽക്കുന്ന എയ്ഡഡ് മേഖലയിലാണ്. ഈ എയ്ഡഡ് മേഖലയിൽ റിസർവേഷൻ പാലിക്കാത്തതുകൊണ്ട് തന്നെ ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന ആ മേഖലയിൽ ദളിതർ ഒഴിവാക്കപ്പെട്ട സംഭവമാണ്. കോളേജുകളൊക്കെ നോക്കുക, കോളേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ എയ്ഡഡ് സ്റ്റാഫ് റൂമും ഒരു ജാതി കോളനിയാണ്. അത് സ്ഥാപനം നടത്തുന്ന ഏത് ജാതിയാണോ അവരുടെ ആൾക്കാർ മാത്രമേ ആ സ്റ്റാഫ് റൂമിൽ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു മതേതര രാജ്യത്ത് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് എന്ത് പാടില്ല അതാണ് എയ്ഡഡ് സ്കൂളുകളുടെ കോളേജ് സ്റ്റാഫ് റൂമുകൾ. ഇപ്പോൾ UC കോളേജ് എന്നൊരു കോളേജ് എനിക്ക് തോന്നുന്നു നവോത്ഥാനത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം തന്നെ വളർന്നു വന്ന ഒരു സ്ഥാപനമാണ് UC കോളേജ്. ആലുവയിലുള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പോലുള്ള വലിയ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്ന നിത്യചൈതന്യേതി, KP അപ്പൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കോളേജ്. എറണാകുളത്തിൻ്റെ മഹാരാജ് പോലെ തന്നെ വലിയ ചരിത്രമുണ്ട്. ഞാനതിനെ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും, അല്ല എന്തുകൊണ്ടാണെന്നുള്ളത് ഹനുവിൻ്റെ ഉത്തരവൊന്നും അല്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് 100 വർഷം കഴിയുമ്പോഴാണ് ആദ്യമായി SC ST വിഭാഗത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽ ഒരാൾ ആ കോളേജിൽ അധ്യാപകനായിട്ട് വരുന്നത്, ചരിത്ര അധ്യാപകനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഹനൂജിദാസ് ചരിത്ര അധ്യാപകനല്ല, ഒരു ചരിത്രമാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. ഈ ഒരു ജോലി ലഭ്യതയെക്കുറിച്ച് താങ്കളുടെ ഒരു നിലപാടെന്താണ്? സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായ ഒരു എൻട്രിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം UC കോളേജിലേക്കുള്ളത്. ഞാൻ ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും അത്ര നല്ല അനുഭവങ്ങളല്ല എനിക്ക് അക്കാഡമിക്സിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് PSC കിട്ടി, ഞാനൊരു ക്ലർക്കായിട്ട് തിരിച്ച് വരേണ്ടി വന്നു. ഗവേഷണം പകുതി വെച്ച് നിർത്തി തിരിച്ച് വരുന്ന സമയത്ത് കുറേ കാലം ഒരു ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഏതാണ്ട് കൊറോണ സമയത്താണ് ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നത്. അത് തന്നെ വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ വൈഫൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാനിത് അപേക്ഷിക്കുന്നത്. ഞാൻ അത്ര പ്രതീക്ഷിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം വാസവണ്ണനൊക്കെ കൂടി തന്നെ ഈ ദളിത് എയ്ഡഡ് മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് വലിയ പ്രക്ഷോഭം നടത്തുകയും വലിയ രീതിയിൽ OP രവീന്ദ്രനെ പോലുള്ള ഒരു പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ആ ഒരു വലിയ മൂവ്മെൻ്റ് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളൊരു ധാരണ എനിക്ക് അന്നേ ഉണ്ട്. പിന്നീട് ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അപേക്ഷിക്കുന്നത് തന്നെ ഒരു മണ്ടത്തരമാണെന്ന് വിചാരിച്ച് വെറുതെ ആ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവിചാരിതമായി UC കോളേജിൽ ഞാൻ കേട്ടിട്ടുണ്ട്, UC കോളേജിൽ മറ്റ് കോളേജുകളെ പോലെയല്ല, അവിടെ ഒന്ന് പൈസ വാങ്ങുന്നില്ല, 2 അവിടെ മെറിറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ എടുക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഇൻ്റർവ്യൂവിലൊക്കെ നന്നായി പെർഫോം ചെയ്താൽ അവരെടുക്കുമെന്നൊരു അതായത് ജാതി മറികടന്ന് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കണം ഞാനിത് അപേക്ഷിച്ചത്. എന്നിട്ട് പോലും എനിക്കത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും വന്നപ്പോൾ അവിടുത്തെ മറ്റ് എൻ്റെ സഹ ഇൻ്റർവ്യൂവേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ ഇതായിപ്പോയി. കാരണം വലിയ പോഷായിട്ടുള്ള ആൾക്കാർ, JNU എന്നൊക്കെ PhD കഴിഞ്ഞവർ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ PhD അപ്പോൾ ഞാൻ വെച്ചിട്ട് പോലും ഇല്ല. ഞാനതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ ഉച്ച കഴിഞ്ഞ് രാവിലത്തെ സെഷൻ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞായിരിക്കും എന്നെ എടുക്കുന്നത് എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് അതുവഴി അങ്ങ് ഇറങ്ങിപ്പോയേക്കാം എന്ന് വിചാരിച്ച് ആ വാതിൽ വരെ ഞാൻ നടന്നതാണ്. ലിറ്ററലി അവിടം വരെ നടക്കി. ഞാൻ തിരിച്ചെന്നാൽ എന്തായാലും ഞാനിവിടെ വന്നതല്ലേ, എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് പോകാം എന്ന് ഞാനൊരു തീരുമാനം എടുത്ത് തിരിഞ്ഞ് വന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷേ ആ ഇൻ്റർവ്യൂ വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ചോദിക്കാൻ ഞാൻ കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവർ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു.
എന്നെ തന്നെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് നന്നായി പറ്റി. വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ അത്രയും നന്നായി സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. പിന്നെ തന്നെയല്ല, ഞാൻ കേട്ടിട്ടുള്ളത് അന്നത്തെ മാനേജർ അച്ഛൻ ഒരു വളരെ ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം ഓൾറെഡി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. അതായത് ഒരു നല്ല ഒരു ആൾ വന്നാൽ അയാളെ എടുക്കണം. അതായത് ഒരു ഇൻക്ലൂസീവായിട്ട് താഴെ തട്ടുന്ന ഒരാൾ വന്നാൽ നന്നായി പെർഫോം ചെയ്ത് അയാളെ എടുക്കണമെന്നൊരു തീരുമാനം, അങ്ങനെ ഒരു മനോഭാവം അച്ഛനുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പിൽക്കാലം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഏതാണ്ട് താഴെ എങ്ങാണ്ട് കിടന്ന് ഞാൻ ആദ്യത്തെ 3-ൽ വരികയും മൂന്നാമത് കിടന്ന് ഞാൻ ചർച്ചകൾക്കൊടുവിൽ 1-ാമതേക്ക് വരികയും, അങ്ങനെ അതൊരു വളരെ എനിക്ക് തോന്നുന്നു എനിക്ക് എടുത്തു പറയപ്പെട്ട ഒരു പേര്, അത് ഗവൺമെൻറ് നോമിനിയായിട്ട് വന്നിട്ടുള്ളൊരു IAS ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അവരുടെ ഒരു തീരുമാനമാണ്. അവർ വളരെ ഇതായിട്ട് എന്നെ കണ്ട്, അവരുടെ ഒരു ഡിസിഷനാണ് എന്നെ കൂടി ഇങ്ങോട്ട് എടുക്കാൻ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ കാണുന്ന ഒരാളായിരുന്നു. അവൻ അത്രയും ഇതിൽ നിന്ന് വരുന്ന ഒരാളെ, അങ്ങനെയുള്ള ഒരാളെയല്ലേ എടുക്കേണ്ടത് എന്ന് അവർ പറഞ്ഞു പോലും. പിന്നെ പലരും അതിൻ്റെ റെമ്യൂമറേഷൻ പോലും വാങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം ഇത്രയും നല്ലൊരു ഡിസിഷൻ ഒരു കോളേജ് എടുത്തതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ചിലരൊക്കെ അതിന് പ്രതിഫലം സാധാരണ ഇവർക്ക് തീയൊക്കെ കൊടുക്കുമല്ലോ, അതൊന്നും വാങ്ങാതെ പോയി എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞു കേട്ടതാണ്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. അപ്പോൾ അത് തീർച്ചയായും UC കോളേജിൻ്റെ ഒരു വളരെ കേരളത്തിലെ വളരെ എൻലൈറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലൊന്ന് UC കോളേജാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അവിടെ ജോലി ചെയ്തിട്ടുള്ള 2-3 വർഷത്തെ അനുഭവം എനിക്കതാണ് തരുന്നത്. കാരണം ഞാൻ അവിടെ വേറെ തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടില്ല. എന്നെ അവർ തീർച്ചയായും ഉൾക്കൊള്ളുകയും എനിക്ക് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ അവർ ഇപ്പം തന്നെ ഞാൻ പല കാര്യങ്ങളുടെ ചാർജ് വഹിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ജൂനിയറായ ഒരു അധ്യാപകന് വേറൊരു കോളേജിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം, പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾക്ക് അവിടെ വിലയുണ്ട്, പറയുന്ന കാര്യങ്ങൾക്ക് ഇതൊക്കെയുണ്ട്. അങ്ങനെ വളരെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഞാനിവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ പോലെ ഒരാൾ വരുന്നതെന്നുള്ളത്. അല്ല, ഞാൻ ആ രീതിയിലാണ് വിചാരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ എയ്ഡഡ് കോളേജുകളിൽ പല കോളേജുകളിലും ദളിത് വിഭാഗങ്ങൾ ഇതുവരെ കടന്നു ചെന്നിട്ടില്ല. അതായത് ക്ഷേത്രപ്രവേശ വിളംബരം എന്നൊക്കെ പറയുന്ന പോലെ എയ്ഡഡ് സ്റ്റാഫ് റൂമിലേക്ക് കയറാനുള്ള വിളംബരം എന്നാണ് ഇനി ഉണ്ടാവുന്നത്. നമ്മൾ ഈ വിപ്ലവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എക്സ്ക്ലൂഷൻ എന്നാണ് ജാതി എന്ന് പറഞ്ഞ എക്സ്ക്ലൂഷൻ. അതെ, എക്സ്ക്ലൂഷൻ്റെ പേരാണ് ജാതി, അല്ലാതെ ജാതി വേറെ നമ്മളീ പറയുന്ന സാധനമൊന്നുമല്ല, എക്സ്ക്ലൂഷൻ. അപ്പോൾ ഇൻക്ലൂസീവായ എയ്ഡഡ് സ്റ്റാഫ് റൂമുകൾ ഉണ്ടായാലേ നമ്മളീ പറയുന്ന വിപ്ലവമോ അല്ലെങ്കിൽ മാറ്റം എന്നൊക്കെ പറയാറില്ല. അല്ലെങ്കിൽ വെറുതെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഈ ചില കോഴ്സുകൾ, ഞാൻ അധ്യാപനം നൽകി ചില കോഴ്സുകൾക്കൊക്കെ പോകുമ്പോൾ ദളിത് വിഭാഗത്തിൽ നിന്ന് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് 2-3 വന്നാലായി, ബാക്കിയെല്ലാം പഴയ കേരളമാണ്. 7 സ്ഥാപനങ്ങളിലെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, അല്ലെ അധ്യാപകർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പഴയ കേരളമാണ്. ദളിതർ ഇല്ല. അപ്പോൾ അത് മറികടക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനവും സമൂഹമായിട്ട് എടുക്കേണ്ടത്, നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യമൊന്നും. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, എന്നെ UC കോളേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതായത് കേരളത്തിൽ വാസവണ്ണൊക്കെ അടക്കം OP രവീന്ദ്രൻ, MB മനോജ്, അങ്ങനെയുള്ള കുറേ നമ്മുടെ പഴയകാല DSM പ്രവർത്തകർ അല്ലേ, അവിടെ ഒരു വലിയൊരു സമരമുണ്ട്. എയ്ഡഡ് മേഖലയിലെ റിസർവേഷനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള വലിയ നിയമ പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ അതിൻ്റെ പശ്ചാത്തലമായിട്ടുണ്ട്. കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. അതെ, സുപ്രീം കോടതി എത്തിയൊരു കേസുണ്ട്. അത് വലിയ ചർച്ച കേരളത്തിൻ്റെ ഉള്ളിലെ എയ്ഡഡ് മേഖലയിലെ തന്നെ പല സംഘടനകളിലൊക്കെ നടന്നിട്ടുണ്ട്. അത് ഞാൻ അറിയുന്നുണ്ട്. അതും കൂടിയാണ് ഇതിന് കാരണം. അതായത് എൻ്റെ ഒരു മെറിറ്റ് മാത്രമല്ല, പക്ഷെ അതൊരു പശ്ചാത്തലമായിട്ട് അങ്ങനെ ഒരു ശബ്ദം ഉയർത്തിയതിൻ്റെ കൂടി ഭാഗമാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അത് ഞാൻ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അവിടെ നടത്തിയ ആ സമരത്തിൻ്റെ റിസൾട്ട് എനിക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്നിലൂടെയാണത് കേരളത്തിൽ സംഭവിച്ചതെന്നുള്ളതിൽ തീർച്ചയായും സന്തോഷം. നമുക്കൊരു അഭിമാനം. ആ ഒരു കാര്യത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല. ആ ഒരു സമരത്തിൻ്റെയും കൂടി ഭാഗമാണ് ഞാനും കൂടി ഇരിക്കുന്നത്.